അന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറിയപ്പം മനസ്സിൽ ഉള്ളിൽ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മൊത്തം വെണ്ടയ്ക്കയും പടവലങ്ങയും വെള്ളരിക്കയുമാണ് മനസ്സിൽ. അപ്പം അന്ന് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുമ്പോൾ മുമ്പിൽ കണ്ടിരുന്നത് എന്തായിരുന്നു? എൻ്റെ തിരിച്ചുള്ള വരവിൽ ഞാൻ നാളെ എറണാകുളം കൊച്ചി ആലുവയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ട് വരാം. അന്നേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ അന്ന് അവിടുന്ന് വണ്ടി കയറിയത്? വാപ്പാടെ സഹായിക്കാനാണ് വരുന്നത്. അത്ര വലിയ വിവരവും കാര്യമില്ല. എന്നാൽ പൈസ ഉണ്ടാക്കണം. പിന്നെ അന്ന് ഷൂട്ട് ഒരു കലയോട് സ്നേഹം അന്നില്ല. അഭിനയിക്കാൻ അഭിനയം അറിയുകയും ചെയ്യില്ലെങ്കിലും അഭിനയിക്കണം. എന്തായാലും ഒരു ബുദ്ധി എനിക്കുണ്ട്. കാരണം 10ാം ക്ലാസ് നിർത്തിയിട്ട് വരുന്ന എനിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ കലക്ടറോ ആയിട്ട് അറിയപ്പെടാൻ പറ്റില്ല. ഒന്ന് അഭിനയിച്ചിട്ടെങ്കിലും 4 ആൾ മുൻപിൽ അറിയപ്പെടുന്ന ഒരാളായി മാറണം ഒരാഗ്രഹം എല്ലാവർക്കും ഉള്ളവർ എനിക്കുണ്ട്. അതിനിപ്പോൾ ഏക വഴി അഭിനയം മാത്രമേ ഉള്ളൂ. പിന്നെ അന്നൊക്കെ ഷൂട്ട് നടക്കുക അധികം ആലുവ ഭാഗത്താണ് ഷൂട്ട് നടക്കുക. അങ്ങനെ ഒരു ഹിഡൻ അജണ്ട എന്റെ മനസ്സിലുള്ളിലുണ്ട്. വണ്ടി കയറിയപ്പം അച്ഛനെ സഹായിക്കാൻ എന്നുള്ളത് അവിടെ ഉണ്ടെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ സിനിമാമോഹമാണ്. അന്ന് ഈ ഓഡീഷൻ ഒന്നും ഇല്ലല്ലോ. സെറ്റിൽ പോകും, ചാൻസ് ചോദിക്കും, അവര് പറഞ്ഞു വിടും, തിരിച്ചു പോരും. അങ്ങനെ കുറെ കാലം ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. പിന്നെ ആ ചിന്തയൊക്കെ അങ്ങോട്ട് പോയി, പ്രാരാബ്ധമായി. ജീവിക്കാൻ ബുദ്ധിമുട്ട്, വളരെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. ഈ മറ്റേ ഏതെങ്കിലും ഒരു മുറിയിലൊക്കെ ചോദിച്ച് താമസിക്കും. ആ കൂടി 19 പേര് താമസിക്കുന്ന മുറികളിൽ 2 ബാത്റൂമേ ഉണ്ടാവും. അന്നേരേക്കുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് കാലത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഒരു ക്യൂ ഒരു 10-15 കിട്ടണം. ചിലപ്പോൾ അതിനേക്കാളും പുറകിലേക്ക് പോകും. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ട് വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ സിനിമാ മോഹമൊക്കെ വിട്ടു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെയാണ്. അന്നേരം നമ്മളൊന്നും ചിന്തിക്കണ്ടല്ലോ. നമുക്ക് നേരത്തിന് വീട്ടിൽ പോകുമ്പോൾ കുറച്ചാണെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ചിന്തകളൊക്കെ, ഇവിടുന്ന ചിന്തകളൊക്കെ പോയി. ജീവിതം കഷ്ടപ്പാടും ദുരിതമായി, വേണ്ടായിരുന്നു, പഠിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയ ഒരുപാട് സമയങ്ങളുണ്ട്. തോന്നിയിട്ടുണ്ട്. കാരണം പഠിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഈ 10ാം ക്ലാസ് എത്തിയിട്ട് ഇവിടുന്ന് കടക്കണം എന്നുള്ള എന്താണ്. പിന്നെ ഇവിടെ എത്തിയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഓർത്തപ്പോൾ പഠിക്കായിരുന്നു. പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ പഠിക്കുന്ന കാണുമ്പോഴും അങ്ങനെ ഒരുപാട് മോഹങ്ങളും ഈ പ്രണയവും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം കാലത്ത് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 15 വയസ്സായിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ 35-40 വയസ്സുള്ളവരാണ്. ഈ ഹോട്ടൽ ജോലിക്കാർ, അങ്ങനെ പലയിടത്തും ജോലി ചെയ്യുന്ന ആൾ. എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾ ആ പ്രായത്തിലുള്ള. ഇന്ന് തന്നെ തിരിച്ചാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കളൊക്കെ 24-25 വയസ്സുള്ളവരാണ്. ഞാൻ യങ്ങാകാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളൊക്കെ യങ്സ്റ്റേഴ്സിനെയാണ് ഇപ്പോൾ എല്ലാം. എൻ്റെ ജിമ്മിലായാലും എവിടെയായാലും ചെറുപ്പക്കാർ കല്യാണം. ഇപ്പം ഞാൻ അധികം കല്യാണങ്ങൾക്ക് പോകുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിനാണ് പോകുന്നത്. ആ വൈബിലേക്ക് ഞാൻ പോയി. പണ്ട് നേടിയെടുക്കാൻ പറ്റാത്തൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചും കൊതിച്ചും വെച്ചിരുന്ന പല കാര്യങ്ങളുമാണ് ഇന്നിപ്പോൾ ലൈഫിലൂടെ നേടാനായിട്ട് നോക്കുന്നത്. ഉണ്ട്. അന്ന് ഒരിക്കലും നടക്കില്ല എന്നും സ്വപ്നം പോലെ കണ്ടിരുന്നത്. നമ്മൾ പല സ്വപ്നം കാണുമല്ലോ. നടക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കാണും, ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ കാണും. ഒരേ സ്വപ്നത്തിൽ മാത്രം സംഭവിച്ചാൽ മതി. അത്തരം കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഈ പ്രായത്തിൽ നടക്കുന്നുണ്ട്. 1-2 കാര്യങ്ങൾ പറയാമോ? എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് സിനിമയിലേക്ക് കയറാൻ പറ്റിയ ആൾ അറിയപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു നല്ലൊരു ബിസിനസ്സുകാരാൻ പറ്റി. ഇപ്പം ഞാൻ പണ്ട് എനിക്ക് വലിയ ബിസിനസ്സുകാരെ യൂസഫ് അലി അങ്ങനത്തെ ആളുകളൊന്നും അറിയില്ല. എൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ പണക്കാരനെന്ന് പറയുന്നത്, ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ജീവിച്ച ആളാണ്. ഏതാണ്ട് 15 വയസ്സിന് ആലുവയിലേക്ക് വന്നപ്പം ഹോട്ടലിന് സാധാരണ ഏറ്റവും ലോക്കൽ ഹോട്ടലുകൾ. പക്ഷേ ഏതാണ്ട് എൻ്റെ വൈഫിനെ കൊണ്ടുവന്നത് എൻ്റെ 45-ാമത്തെ വയസ്സിലാണ്. ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ആയിട്ട് വൈഫൊക്കെ വിടുന്നത്. ആ 30 വർഷവും 3 നേരവും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ആളാണ്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള വലിയ സമ്പത്തൊന്നും വന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ മൂലയിൽ പോയിരിക്കും. സപ്ലയർ പതുക്കെ വിളിക്കും, 2 പൊറോട്ട ഇത്തിരി ചാറും തരുമെന്ന് ചോദിക്കും. അപ്പം സപ്ലയർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ദേഷ്യമാണ്. കാരണം സ്ഥിരമായിട്ട് ചാറേ വാങ്ങിക്കും, ഒരു ദിവസം പോലും കറി വാങ്ങിക്കില്ല. അപ്പം അന്നത്തെ എൻ്റെ ആഗ്രഹം, അന്നത്തെ ഇവിടുത്തെ യൂസഫ് അലി എന്നൊക്കെ പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നിട്ട് 2 പൊറോട്ടയും ഒരു ചിക്കൻ കറിയും, 2 പൊറോട്ടയും ഒരു റോസ്, അങ്ങനെ ഓർഡർ ചെയ്യുന്ന അന്തസ്സായിട്ട്. അപ്പം അദ്ദേഹത്തെയൊക്കെ മറ്റേ വെയിറ്റേഴ്സ് പോയിട്ട് സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ വിളിച്ചാലും വരില്ല. കാരണം അവർക്കറിയാം ഈ 2 പൊറോട്ട ഇത്തിരി ചാറും ചോദിക്കുന്ന ടീമാണെന്നുള്ള കാര്യം. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതുപോലൊരാൾ ജീവിതത്തിലാവണം. അതായത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു സപ്പയിലോട്ട് എന്താ സാർ വേണ്ടതെന്ന് ചോദിക്കുക, എന്നിട്ട് ഞാൻ 2 പൊറോട്ടയും ചിക്കൻ കറിയും അല്ലെങ്കിൽ ഒരു ബിരിയാണി എന്നൊക്കെ പറയുക. അങ്ങനെ ജീവിതത്തിൽ ഒരാളാവണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനത്തെ ആളിന്ന് 10-12 ഹോട്ടലും 19 ബേക്കറിയും നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ 63 ബേക്കറിയും റെസ്റ്റോറൻറ്റും ഉൾപ്പെടെ അത്രയും ഇന്നിപ്പോൾ സ്വന്തമാക്കി എന്ന് പറയുന്നത് തന്നെ എന്തൊരു വലിയ വളർച്ച എന്ന് പറയാൻ പറ്റില്ല. 35 വർഷത്തെ ജേണിയാണ്.
അതെ, 35 വർഷങ്ങളിൽ ഇതെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു പയ്യൻ നേടിയെടുത്തതാണ് ഇതെല്ലാം. അപ്പോൾ തൻ്റെ മുമ്പിൽ കണ്ടിരുന്ന ഒരു യൂസഫ് അലീനെ ഇങ്ങനെയുള്ള ഒരാളെയാണ് അത് കണ്ടത് അല്ലേ? അങ്ങനെ ഓക്കെ. ആ യൂസഫ് അലിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഓക്കെ. ഇത്രയും വലിയ അന്ന് ചിലപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ രത്തൻ ടാറ്റ മറ്റേ ബിർളയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും അറിയാനുള്ള കഴിവില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന, എനിക്ക് അത്രയും വിവരമേ ഉള്ളൂ. എൻ്റെ മുന്നിലിരിക്കുന്ന പണക്കാരെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വന്നിട്ട് സാറേന്ന് വിളിക്കുന്നു, ഒരു ബിരിയാണി ഓർഡർ ചെയ്യുന്നു, വാങ്ങിച്ച് കഴിക്കുന്നു, അവനാണ് ഏറ്റവും വലിയവൻ. അപ്പോൾ അങ്ങനെയുള്ള അത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടപ്പം അവരിലേക്ക് എത്താൻ, അല്ല അവരെ പോലെ ആവാനുള്ള വഴിക്ക് എന്നുള്ള രീതിയിലാണോ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യണത്? ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്തത് വാപ്പാക്ക് ചെറിയ കച്ചവടം ഉണ്ടായിരുന്നല്ലോ, അത് ഒരു കേസിൽ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഓക്കെ. പിന്നെ ജോലി ഇല്ലാതായി. അവിടെ നിന്നാണ് ഒരു എന്തെങ്കിലും, ഇപ്പം മറ്റൊന്നും എനിക്ക് പറ്റില്ല, കാരണം വിദ്യാഭ്യാസം ഇല്ല. എവിടെയെങ്കിലും ജോലിക്ക് പോയാലും ഒരു ഹോട്ടലിൽ ക്ലീനിങ് പോയി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോലിയാണ്, അതിന് മുകളിൽ ജോലി കിട്ടാനുള്ള കാര്യപ്രാപ്തിയോ വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ ഗൾഫിലേക്ക് പോകാൻ അതിന് മിനിമം 10ാം ക്ലാസ്സെങ്കിലും പാസ്സാകണ്ടേ. അപ്പം എൻ്റെ അനുജനൊക്കെ ആ സമയത്ത് ബോംബെയിലേക്ക് പോയി ഫുട്പാത്ത് കച്ചവടത്തിന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഉമ്മ തന്ന കുറച്ച് സ്വർണം കൊണ്ടാണ് ചെറിയൊരു കട തുടങ്ങുന്നതും ഒരു ബേക്കറി. ബേക്കറി തന്നെയാണോ? അല്ല, ആ ബേക്കറി അല്ല തുടങ്ങുന്നത്. എനിക്ക് എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ച കച്ചവടം സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് ഈ വളയും മാലയൊക്കെ വെക്കുന്ന കടയാണ്. എനിക്കതേ അറിയൂ. അങ്ങനെ ഞാനൊരു കട എടുത്തപ്പോൾ അത് തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ അതിനോട് അതും ഫ്ലോപ്പായപ്പോൾ അവിടെ മുമ്പൊരു ബേക്കറി ആയിരുന്നത് കൊണ്ടാണ് ഇത് ഫ്ലോപ്പായി പോയത്. അപ്പം ആ ബേക്കറി ഒരുവിധം കുഴപ്പമില്ലാതെ നടന്നതാണ്. അപ്പം അങ്ങനെ ബേക്കറിയിലേക്ക് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞാണ്, നിനക്ക് അറിയാവുന്ന കച്ചവടം അല്ല വേണ്ടത്, എന്താണോ ജനം ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ. ഇന്നും തുടർന്നു പോകുന്നത് അത് തന്നെയാണ്. അങ്ങനെയാണ് ബേക്കറി, ആക്സിഡൻ്റലി ബേക്കറിയിലേക്ക് വന്നതാണ്. ഞാൻ ഒരു ബേക്കറിക്കാരനൊന്നും അല്ല, ബേക്കറി പഠിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു ചായക്കപ്പുറം ഉണ്ടാക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. ശരിക്കും എല്ലാത്തിനെയും കുറ്റം പറയാൻ, ജോലിക്കാരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അറിയാം, അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഇപ്പം റോയൽ ബേക്കറി, റോയൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് കോർട്ട് എന്ന് പറയുന്നിടത്ത് നല്ല നല്ല ബിരിയാണി കിട്ടും, നല്ല പൊറോട്ട കിട്ടും, നല്ല ബീഫ് കിട്ടും, നല്ല ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമാണ്, എല്ലാവരും പറയുന്ന ഒന്നാണ്. അപ്പോൾ ശരിക്കും ഭക്ഷണം അതിന് മുമ്പേ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കഴിച്ചിരുന്നതെല്ലാം ഹോട്ടലിൽ നിന്നാണ്, പക്ഷേ വളരെ ചെറിയ ഹോട്ടലിൽ നിന്നും ഈ പൊറോട്ടയും ചാറും. ശരിക്കും മനസ്സ് അറിഞ്ഞ് ആസ്വദിച്ച് കഴിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വന്തമായിട്ട് കെട്ടിപ്പടുത്ത ഈ ബേക്കറിയിൽ നിന്ന് തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ഫുഡുകളെ കഴിക്കുന്നുണ്ട്. എൻ്റെ പല ഷെഫുമാരും പല വെറൈറ്റി ഉണ്ടാക്കിയിട്ടും എനിക്കൊണ്ട് സാർ ഒന്ന് കഴിച്ചു നോക്കൂ, അന്നത്തെ സ്ഥിതിയിൽ മാറിയിട്ട് സാർ കഴിച്ചു നോക്കൂ, ടേസ്റ്റ് നോക്കൂ. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ടേസ്റ്റ് തോന്നിയത്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കണം. ഭക്ഷണത്തിന്റെ വില അറിയാം. ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പുണ്ടാവും. ദരിദ്ര കുടുംബത്തിലല്ല, ഇപ്പം ഞാനൊക്കെ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ 3 നേരത്തെ ഭക്ഷണം കഴിച്ചു പോകാം, അങ്ങനെയുള്ള കുടുംബത്തിൽ എണ്ണിച്ച ആളാണ്. അന്ന് ഉമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പം എത്ര വലിയ ഭക്ഷണത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ വളരെ വളരെ ലുബ്ധിച്ചൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യമുണ്ട്, ഇപ്പോൾ ഉമ്മ ചിലപ്പോൾ വൈകിട്ട് 2 രൂപ എന്നിട്ട് പറയും, മാർക്കറ്റിൽ പോയിട്ട് ചരു എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചരു എന്ന് പറഞ്ഞാൽ അന്ന് ചൊക്ലിയിൽ ചരു എന്നാണ് പറയുക, ഈ വലയെന്നൊക്കെ പോകുന്ന ചെറിയ ചെറിയ മീനുകളുടെ, അത് പാവപ്പെട്ടവൻ്റെ നമ്മുടെ തട്ടിൻ്റെ അവിടെ. വലിയ വലിയ മീനുകളൊക്കെ വേറെ വെക്കുന്നുണ്ടാവും. പാവപ്പെട്ടവന് 50 പൈസ 1 രൂപയ്ക്ക് ഇങ്ങനെ ഓരോ കൂട്ടി വെക്കുന്ന തട്ടുണ്ട്. അത് ചെറിയ പൊടിച്ചമ്മീൻ, പൊടി നങ്ക്, അതുപോലുള്ള സാധനങ്ങൾ, ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ. അപ്പോൾ അതുണ്ടെങ്കിൽ വാങ്ങിച്ചോ 1 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിച്ച് വിടും. അപ്പോൾ ഞാനത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ചെല്ലുമ്പോഴുണ്ടാവും. അപ്പോൾ 1 രൂപക്ക് ആ സാധനം വാങ്ങിക്കും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉമ്മ മുളകിട്ടൊരു കറി വെക്കും. ഓഫ്, അത് ഉമ്മ വളരെ ലാവിഷായിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഉമ്മക്ക് ശരിക്ക് 3 ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല. ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ 1-2 ഇൻഗ്രീഡിയൻസ് ഇടും. അതിനൊക്കെ വളരെ പിശുക്കിയെടുക്കും. കാരണം ഇത് വാപ്പ അടുത്തവണ വരുന്നവർ നിൽക്കണം, ഇല്ല അടുത്ത വാങ്ങിക്കാനുള്ള പൈസ ഉമ്മയുടെ കയ്യിലില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, 1 സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് അങ്ങോട്ട് ഇടും, വീണ്ടും ചട്ടിയിലേക്ക് ഇടുമ്പോൾ പിന്നെയും കുറച്ച് ബാക്കിയാക്കി നിങ്ങളിലേക്ക് ഇടും. അത്രയും പിശുക്കിയിട്ടാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ കറി വെച്ച് ചപ്പാത്തിയുടെ കൂടെ ഞങ്ങൾക്ക് 5 പേർക്കായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു തരും. അതിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റൊന്നും ഇപ്പോൾ ഒരു ഭക്ഷണത്തിനും എനിക്ക് കിട്ടിയിട്ടില്ല.